Hi students, welcome to the lecture. Today we will be dealing with the classifications of public debt. This is the second part of the public debt and the first part is already uploaded. So please kindly watch that too. So without much delay, let's move on. Classification of public debt. The structure of public debt is not uniform in any country on account of factors such as categories of markets in which loans are floated, the conditions for repayment, the rate of interest offered on bonds, purpose of borrowings, etc. അതായത് പബ്ലിക് ഡെപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഡെപ്റ്റിൻ്റെ സ്ട്രക്ചർ ഒരിക്കലും യൂണിഫോം അല്ല, അല്ലെങ്കിൽ സിമിലർ അല്ല എല്ലാ കൺട്രീസിനും. എല്ലാത്തിലും ഓരോരോ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസസ് വരുന്നത് ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും? അതിൻ്റെ മാർക്കറ്റിൻ്റെ കാറ്റഗറീസ് അനുസരിച്ചായിരിക്കും, എടുക്കുന്ന ലോൺസ് അനുസരിച്ചായിരിക്കും, റീപേയ്മെൻറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ പലിശ ഓഫർ ചെയ്തിരിക്കുന്ന അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ പർപ്പസസ് ഓഫ് ബോറോയിങ് അനുസരിച്ചായിരിക്കും. അങ്ങനെ പല പല രീതിക്ക് സ്ട്രക്ചർ ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഓരോ കൺട്രിക്കും വ്യത്യാസമാണ്. ഇൻ ദ വ്യൂ ഓഫ് ദീസ് ഡിഫറൻസസ് ഇൻ ക്രൈറ്റീരിയ, പബ്ലിക് ഡെപ്റ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. ഈ ഒരു കൺസിഡറേഷനിൽ പബ്ലിക് ഡെപ്റ്റ് പല പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഡെപ്റ്റ്, ഷോർട്ട് ടേം ലോങ് ടേം ലോൺസ്, ഫണ്ടഡ് ആൻഡ് അൺഫണ്ടഡ് ഡെപ്റ്റ്, വോളണ്ടറി ആൻഡ് കമ്പൽസറി ലോൺസ്, റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ ഡെപ്റ്റ്. അതുപോലെ തന്നെ ഒരെണ്ണം കൂടിയുണ്ട്, മൂവിങ് ഓൺ, പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ് ഓർ ഡെപ്റ്റ് വെയ്റ്റ് ഡെപ്റ്റ്. ഈ 6 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ച് വരുന്നത്. മോഡ് ഓഫ് റീപേയ്മെൻറ്റ് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ബോറോയിങ് അനുസരിച്ചിട്ട്, അങ്ങനെ പല പല രീതിക്ക് പബ്ലിക് ഡെപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ആദ്യത്തേത് നമ്മൾ നോക്കുന്നതാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഡെപ്റ്റ്. Sums owed to the citizens and institutions are called internal debt, and sums owed to the foreigners comprises the external debt. അതായത് സിറ്റിസൺസിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പം ഫോർ കൺസിഡറേഷൻ ഇന്ത്യയുടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സിറ്റിസൺസിൽ നിന്നും ഓർഗനൈസേഷനിൽ നിന്നും ലോൺസ് ബോറോ ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഫോറിനേഴ്സിൽ നിന്ന് ലോൺസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റേർണൽ ഡെപ്റ്റ് റെഫേഴ്സ് ടു ദ ഗവൺമെൻറ് ലോൺസ് ഫ്ലോട്ടഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്സ് within the country. Such debt is subscribed by individuals and institutions of the country. ഓക്കെ, അതായത് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ലോൺസ് ആണ്. അത് വിത്തിൻ ദ കൺട്രി ആയിരിക്കും വരുന്നത്. അത് ഓഫർ ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ആ കൺട്രിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. മറ്റു രീതിക്ക്, ഇഫ് എ പബ്ലിക് ലോൺ ഈസ് ഫ്ലോട്ടഡ് ഇൻ ദ ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ കൺട്രി, ഇനി ലോൺസ് പുറത്തുനിന്നാണ് വരുന്നത് എങ്കിൽ, ഔട്ട്സൈഡ് ദ കൺട്രി ആണ് എങ്കിൽ, ബൈ ദ ഗവൺമെൻറ് ഫ്രം ഫോറിൻ നാഷണൽസ്, ഫോറിൻ ഗവൺമെൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. അതായത് ഇപ്പം ഫോറിൻ ഗവൺമെൻറ്റ്സിൽ നിന്ന്, ഇപ്പം അതുപോലെ തന്നെ നമുക്ക് IMF, വേൾഡ് ബാങ്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡെപ്റ്റ്, നമ്മൾ കടം വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയും. ഇന്ത്യയുടെ പുറത്തുനിന്നാണെങ്കിൽ എക്സ്റ്റേണൽ ഡെപ്റ്റ്, ഇന്ത്യയുടെ അകത്ത് തന്നെയാണെങ്കിൽ ഇൻറ്റേർണൽ ഡെപ്റ്റ്. അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, സോ ഇതാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. മൂവിങ് ഓൺ, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ്. ലോൺസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ദ ലോൺസ് ടേക്കൺ. അതായത് ടൈം പീരീഡ്, ലോൺസ് എടുക്കുന്നതിൻ്റെ ടൈം പീരീഡ് അനുസരിച്ചാണ് ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നും ലോൺസിനെ തിരിക്കുന്നത്. മിക്ക ഗവൺമെൻറ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ്, അല്ലെങ്കിൽ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, അങ്ങനെയൊക്കെ ഉള്ള ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസിൻ്റെ ബേസിസിലായിരിക്കും ഗവൺമെൻറ് ഡെപ്റ്റ് വരുന്നത്. മെച്യൂരിറ്റി പീരീഡ് ഓഫ് ട്രഷറി ബിൽസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് 90 ദിവസമാണ്. അങ്ങനെയുള്ള ഡെപ്റ്റ്സിനെയാണ് എന്ത്? ഷോർട്ട് ടേം ഡെപ്റ്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺസ് ടേക്കിംഗ്. ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ട്രഷറി ബിൽസ്, വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ലോൺസ് എടുക്കുന്നതിനാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്, ഷോർട്ട് ടേം ലോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രഷറി ബില്ലിൻ്റെ ഒക്കെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 90 ദിവസമായിരിക്കും. ഗവൺമെൻറ് ബോറോസ് മണി ഫോർ സച്ച് പീരീഡ് ഫ്രം ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി ടു കവർ ടെമ്പററി ഡെഫിസിറ്റ്സ് ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റിൻ്റെ അകത്തുണ്ടാകുന്ന ഡെഫിസിറ്റ്സ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് റിസർവ് ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റ്സൊക്കെ സെൻട്രൽ ബാങ്കിൽ നിന്നൊക്കെ
ഫണ്ട് ബോറോ ചെയ്യും അല്ലെങ്കിൽ മണി ബോറോ ചെയ്യും. ഓൺലി ഫോർ ലോങ് ടേം ലോൺസ് ഗവൺമെൻറ് കംസ് ടു ദ പബ്ലിക്. അപ്പോൾ പബ്ലിക്കിലോട്ടേക്ക് ഗവൺമെൻറ് ലോൺസിന് വേണ്ടിയിട്ട് വരണമെങ്കിൽ അത് ലോങ് ടേമിലായിരിക്കും. ഓക്കെ, ലോങ് ടേം ലോൺസ് ആർ റേസ്ഡ് ബൈ ദ ഗവൺമെൻറ് യൂഷ്വലി ഫോർ ദ പീരീഡ് എക്സീഡിങ് 5 years ഓർ മോർ. 5 വർഷമോ അതിൽ കൂടുതലോ ആയിട്ട് ലോൺസ് റേസ് ചെയ്യും. ആ മെച്യൂരിറ്റി പീരീഡിനേക്കാൾ കൂടുതൽ 5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള സമയങ്ങളിലാണ് ഗവൺമെൻറ് ലോങ് പീരീഡ് ലോൺസ് റേസ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് വരുന്നതും ആ ഒരു ലോങ് ടേം ലോൺസ് റേസ് ചെയ്യുന്നതിനായിരിക്കും. സോ ഇതാണ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ്. മൂവിങ് ഓൺ, ഫണ്ടഡ് ആൻഡ് അൺഫണ്ടഡ് ഓർ ഫ്ലോട്ടിംഗ് ഡെപ്റ്റ്. ഫണ്ടഡ് ഡെപ്റ്റ് is the loan repayable after a long period of time. കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം ഫണ്ട് റീപേ ചെയ്യുന്നതാണ് ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി 1 വർഷത്തിനേക്കാൾ കൂടുതലായിട്ട് വരുന്നതാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദസ് ഫണ്ടഡ് ഡെപ്റ്റ് ഇസ് എ ലോങ് ടേം ഡെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഫണ്ടഡ് ഡെപ്റ്റ് എന്താണ്? ഒരു ലോങ് ടേം ഡെപ്റ്റാണ്. ഫർദർ, സിൻസ് ദ റീപേയ്മെൻറ്റ് ഓഫ് സച്ച് ഡെപ്റ്റ് ഗവൺമെൻറ് മെയിൻറ്റെയിൻസ് എ സെപ്പറേറ്റ് ഫണ്ട്, ദ ഡെപ്റ്റ് ഈസ് കോൾഡ് ഫണ്ടഡ് ഡെപ്റ്റ്. അതായത് ഈ ഒരു ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറയാൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ലോൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു പ്രത്യേക ഫണ്ട് നീക്കി വെക്കുവാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഒരു സെപ്പറേറ്റ് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ലോണ് ലോങ് പീരീഡിൽ റീപേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ അൺഫണ്ടഡ് ഡെപ്റ്റ്സ് ആർ ദോസ് വിച്ച് ആർ റീപേയബിൾ വിത്തിൻ എ ഷോർട്ട് പീരീഡ്, യൂഷ്വലി ലെസ് ദാൻ എ ഇയർ. 1 വർഷത്തിന് താഴെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ റീപേ ചെയ്യേണ്ട ലോൺസാണ് അൺഫണ്ടഡ് ലോൺസ്. അതല്ല എങ്കിൽ ഫ്ലോട്ടിംഗ് ലോൺസ്. ഓക്കെ, it is unfunded because no separate fund is maintained by the government for the debt repayment. So ഇത് അൺഫണ്ടഡ് ആണ് എന്ന് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു സെപ്പറേറ്റ് ഫണ്ട് നീക്കി വെക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു അൺഫണ്ടഡ് ഡെപ്റ്റ് ആണ് എന്ന് പറയുന്നത്. സിൻസ് റീപേയ്മെൻറ്റ് ഓഫ് അൺഫണ്ടഡ് ഡെപ്റ്റ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് പബ്ലിക് റവന്യൂ, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഫ്ലോട്ടിംഗ് ഡെപ്റ്റ്. ഫ്ലോട്ടിംഗ് ഡെപ്റ്റ് എന്ന് പറയാനുള്ള കാരണം എങ്ങനെയാണ്? റീപേയ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അൺഫണ്ടഡ് ഡെപ്റ്റിൻ്റെ റീപേയ്മെൻറ്റ് ജനങ്ങളുടെ റവന്യൂവിൽ നിന്നാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ടാക്സ്, നോൺ ടാക്സ് റവന്യൂസാണ് പബ്ലിക് റവന്യൂ. ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനമാണത്. സോ ഈ വരുമാനത്തിൽ നിന്നാണ് ഈ അൺഫണ്ടഡ് ഡെപ്റ്റ് റീപേ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഫ്ലോട്ടിംഗ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ദസ് അൺഫണ്ടഡ് ഡെപ്റ്റ് ഈസ് എ ഷോർട്ട് ടേം ഡെപ്റ്റ്. സോ അൺഫണ്ടഡ് ഡെപ്റ്റ് എന്തായിരിക്കും? ഒരു ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ് അൺഫണ്ടഡ് ഡെപ്റ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ, വോളണ്ടറി ആൻഡ് കമ്പൽസറി ലോൺസ്. എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് റൈസ് for the nationals on a voluntary basis. Thus, loans given to the government by the people on their own will and ability are called voluntary loans. ജനങ്ങൾ അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലും അവരുടെ ആ ഒരു വില്ലിലും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിക്കും വില്ലിനും അനുസരിച്ച് ഗവൺമെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ലോൺസിനെയാണ് വോളണ്ടറി ലോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പൽസറി അല്ല, അത് ഗവൺമെൻറ്റിന് അവർ വിൽഫുള്ളി കൊടുക്കുന്നതാണ്. അതിനെയാണ് വോളണ്ടറി ലോൺസ് എന്ന് പറയുന്നത്. നോർമലി പബ്ലിക് ഡെപ്റ്റ് ബൈ നേച്ചർ ഈസ് വോളണ്ടറി. സോ എന്താണ്? പബ്ലിക് ഡെപ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വോളണ്ടറി ഡെപ്റ്റാണ്. ബട്ട് ഡ്യൂറിങ് എമർജൻസീസ്, ഇപ്പം പാൻഡമിക്, നമ്മുടെ എന്താണ് നാച്ചുറൽ കലാമിറ്റീസ്, വാർ, പാൻഡമിക്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് അതിൻ്റെ നാഷണൽസിനോട് പൈസ തരാനായിട്ട് കമ്പൽസറി ആയിട്ട് ആവശ്യപ്പെടും. അങ്ങനെയുള്ള ലോൺസിനെയാണ് കമ്പൽസറി ലോൺസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സാലറി കട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കമ്പൽസറി ലോൺസിൻ്റെ അകത്ത് ചേർത്ത് പറയാവുന്നതാണ്. ബിക്കോസ് നമുക്ക് ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൺട്രിയുടെ എക്കോണമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ എമൗണ്ട് വേണ്ടതായിട്ട് വന്നു. സോ മറ്റ് കൺട്രീസും ഇതേ ക്രൈസിസിൽ കൂടെ പോകുന്നത് കൊണ്ട് അവർക്ക് അത്ര എമൗണ്ട് ഉണ്ടായിരുന്നില്ല. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ ജനങ്ങളുടെ പബ്ലിക് റവന്യൂവിൽ നിന്നായിരിക്കും അതെടുക്കുക. സോ അങ്ങനെ കമ്പൽസറി ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് കമ്പൽസറി ലോൺസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ വോളണ്ടറി ആൻഡ് കമ്പൽസറി ലോൺസും ഫണ്ടഡ് ആൻഡ് അൺഫണ്ടഡ് ഓർ ഫ്ലോട്ടിംഗ് ഡെപ്റ്റും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ, പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഓർ ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ്. On the criteria of the purpose of loans, public debt may be classified as productive, reproductive or unproductive
ഓർ ഡെറ്റ് വെയ്റ്റ് ഡെപ്റ്റ്. അതായത് ലോൺസിൻ്റെ പർപ്പസ് അനുസരിച്ച് നമുക്ക് പബ്ലിക് ഡെപ്റ്റിനെ പ്രൊഡക്റ്റീവ് ആക്കാം, അതല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് ആക്കാം. പ്രൊഡക്റ്റീവിനെ പറയുന്ന മറ്റൊരു പേരാണ് റീപ്രൊഡ്യൂസബിൾ, അതല്ല എങ്കിൽ അൺപ്രൊഡക്റ്റീവിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡെറ്റ് വെയ്റ്റ് ഡെപ്റ്റ് എന്ന്. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് പ്രൊഡക്റ്റീവ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻകം ഏർണിംഗ് എൻ്റർപ്രൈസസ്. അതായത് പബ്ലിക് ഡെപ്റ്റ് യൂസ്ഫുൾ ആകുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്ന കാര്യങ്ങളിലോട്ടേക്ക് ആ പബ്ലിക് ഡെപ്റ്റ് വഴി നമ്മൾ എടുത്ത അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്ത മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടോ, ആ ഇൻകം കിട്ടുന്ന രീതിക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ അതുവഴി വരുന്നതാണ് പ്രൊഡക്റ്റീവ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓർ പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് റെഫേഴ്സ് ടു ദാറ്റ് ലോൺ വിച്ച് ഇസ് റേസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഇൻക്രീസിങ് ദ പ്രൊഡക്റ്റീവ് പവർ ഓഫ് ദി ഇക്കോണമി. ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് പവർ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഡെപ്റ്റ് അല്ലെങ്കിൽ ബോറോ ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതിനെയാണ് പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് ക്രിയേറ്റ്സ് സഫിഷ്യൻറ്റ് അസറ്റ്സ് ബൈ വിച്ച് ഇറ്റ് ഈസ് ഈവൻച്വലി റീപെയ്ഡ്. പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് റീപേ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം എന്താണ്, ഇപ്പം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെയിൽവേസിലോട്ടേക്കാണ് നമ്മുടെ ഗവൺമെൻറ് മണി ബോറോ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം റെയിൽവേസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം? എടുത്ത എമൗണ്ട് റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. സോ അതൊരു പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് ആണ്. ഓക്കെ, ഇഫ് ലോൺസ് ടേക്കൻ by the government and spent on building railways, development of mines and industries, irrigation works, education, income of government will increase ultimately. അതല്ലേ, ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന ലോൺസ് റെയിൽവേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറിഗേഷൻ വർക്കിന് വേണ്ടിയിട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെയായിരിക്കും. സോ മോഡ് ഓഫ് റീപേയ്മെൻറ്റും എളുപ്പമാവുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഇൻട്രസ്റ്റ് ബിയറിങ് അല്ലെങ്കിൽ ഇൻകം ബിയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകം ഏർണിംഗ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിലോട്ടേക്ക് ഗവൺമെൻറ് പബ്ലിക് ഡെപ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയാം. പ്രൊഡക്റ്റീവ് ലോൺസ് ദസ് ആഡ് ടു ദ ടോട്ടൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ കൺട്രി. ഒരു കൺട്രിയുടെ ടോട്ടൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റീവ് ലോൺസിന് ദെയർബൈ സാധിക്കുന്നു. ഇൻ ദ വേർഡ്സ് ഓഫ് ഫിൻലെ ഷിറാസ്, പ്രൊഡക്റ്റീവ് ഓർ reproductive loans which are fully covered by assets of equal or greater value. The source of interest is the income from the ownership of these railways and irrigation works. നമ്മൾ പറഞ്ഞു തന്നെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ലോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വാല്യൂ, പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഏത് പ്രൊഡക്റ്റീവ് ആസറ്റ്സിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം യൂസ് ചെയ്തിട്ട്. പബ്ലിക് ഡെപ്റ്റ് ഈസ് അൺപ്രൊഡക്റ്റീവ് വെൻ ഇറ്റ് ഇസ് സ്പെൻഡ് ഓൺ ദ പർപ്പസ് വിച്ച് ഡസ് നോട്ട് ഈൽഡ് എനി ഇൻകം ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് യാതൊരു രീതിയിലും ഇൻകം കിട്ടുന്നില്ലാത്ത രീതിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് അൺപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റ് അൺപ്രൊഡക്റ്റീവ് ആകുന്നത് എപ്പോഴാണ്? ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നില്ലാത്ത ഒരു രീതിയിലോട്ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴാണ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ റെഫ്യൂജി റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫാമൈൻ റിലീഫ് വർക്ക്, അങ്ങനെ എന്തെങ്കിലും വർക്ക്സിന്. അതിപ്പോൾ റെഫ്യൂജിയുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഫാമൈൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറച്ച് എമൗണ്ട്സ് കൊടുക്കൂലേ? സോ ആ എമൗണ്ട്സ് കൊടുക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിന് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഇൻകം കിട്ടുന്നില്ല തിരിച്ച്. സോ അത് നമുക്ക് ഇങ്ങനെ പറയാം, അൺപ്രൊഡക്റ്റീവ് ആണ് എന്ന് പറയാം. ലോൺസ് ഫോർ ഫിനാൻസിങ് വാർ may be regarded as unproductive loans. So വാർ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോൺസ് എടുക്കും. സോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അൺപ്രൊഡക്റ്റീവായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് എനി പ്രൊഡക്റ്റീവ് അസറ്റ്സ് ഇൻ ദ ഇക്കോണമി, അൺപ്രൊഡക്റ്റീവ് ലോൺസ് ഡു നോട്ട് ആഡ് ടു ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ ഇക്കോണമി. നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റീവ് ലോൺസ് ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അൺപ്രൊഡക്റ്റീവ് ലോൺസ് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് വൈ അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്സ് ആർ ഡെറ്റ് വെയ്റ്റ് ഡെപ്റ്റ്സ്. സോ അതുകൊണ്ടാണ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെറ്റ് വെയ്റ്റ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അതുകൊണ്ട് ആർക്കും ലാഭവും ഉണ്ടാകുന്നില്ല, നഷ്ടവും ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഗവൺമെൻറ്റിന് ഉണ്ടാകുന്നത്. സോ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഐഡിയലായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐഡിയലായി പോവുകയാണ്. സോ അങ്ങനെ വരുന്നതിനെയാണ് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡെറ്റ് വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡെറ്റ് വെയ്റ്റ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെത്തേഡ് ഓഫ് റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റ് ഏതൊക്കെ രീതിയിലാണ് തിരിച്ചടയ്ക്കുന്നത്, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റിഡംഷൻ ഓഫ് ഡെപ്റ്റ്
refers to the repayment of public loan. എടുത്തിരിക്കുന്ന ലോൺ, ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ലോണിൻ്റെ തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് റിഡംഷൻ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓൾദോ പബ്ലിക് ഡെപ്റ്റ് ഷുഡ് ബി പെയ്ഡ്, ഡെപ്റ്റ് റിഡംഷൻ ഇസ് ഡിസൈറബിൾ ടു. അതായത് പബ്ലിക് ഡെപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഡെപ്റ്റ് റിഡംഷൻ എന്താണെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഇൻ ഓർഡർ ടു സേവ് ദ ഗവൺമെൻറ് ഫ്രം ബാങ്ക്റപ്സി and to raise the confidence of the lenders, the government has to redeem its debts from time to time. So എന്താ സംഭവിക്കുന്നത്, ഗവൺമെൻറ്റിൽ വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ലോൺസ് ഗവൺമെൻറ്റിന് എടുക്കുന്നതിന് വേണ്ടിയിട്ടും സമയാസമയങ്ങളിൽ ഡെപ്റ്റ് റിഡംഷൻ നടത്തിയേ പറ്റും. സംടൈംസ് ദ ഗവൺമെൻറ് മേ റിസോർട്ട് ടു എക്സ്ട്രീം സ്റ്റെപ്പ് such as repudiation of debt, which this extreme step is of course violation of contract. Use of repudiation of debt by government is economically unsound. അതായത് റെപ്യൂഡിയേഷൻ ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഗവൺമെൻറ് വന്നു മറ്റൊരു ഗവൺമെൻറ് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഡെപ്റ്റിനെ എഴുതി തള്ളുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ടോട്ടലി ആ ഡെപ്റ്റ് അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മളതൊക്കെ വരുന്ന സ്ലൈഡ്സിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. Here, instead of concentrating on the repudiation of debt, we will discuss below some important methods for the retirement of or redemption of public debt. എങ്ങനെയൊക്കെ തിരിച്ചടയ്ക്കാം. ഫസ്റ്റ് വൺ ഇസ് റീഫണ്ടിങ്. റീഫണ്ടിങ് ഓഫ് ഡെപ്റ്റ് ഇംപ്ലൈസ് ഇഷ്യൂ ഓഫ് ന്യൂ ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഫോർ റേസിംഗ് ന്യൂ ലോൺസ് ഇൻ ഓർഡർ ടു പേ ഓഫ് ദ മെച്ചുവേർഡ് ലോൺസ്. സോ പഴയ ലോൺസ് റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ലോൺസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുതിയ ബോണ്ട്സും സെക്യൂരിറ്റീസും വെച്ചിട്ട് പുതിയ ലോൺസ് ഗവൺമെൻറ് എടുക്കും ഇൻ ഓർഡർ ടു പേ ബാക്ക് ദ ഓൾഡ് ലോൺസ്. അതാണ് റീഫണ്ടിങ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വെൻ the government uses this method of refunding, there is no liquidation of money. അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മണി ലിക്വിഡിറ്റി വരുന്നില്ല ഇവിടെ. ഇൻസ്റ്റെഡ് ഡെപ്റ്റ് സർവീസിംഗ് ആണ് ഇവിടെ വരുന്നത്. അതായത് റീപേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് along with the principal burden gets accumulated on the account of postponement of the debt repayment to save the future debt. എങ്ങനെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്, സിമ്പിൾ മീനിങ്ങിൽ ആലോചിച്ചാൽ മതി. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് റീഫണ്ടിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമല്ല, പക്ഷേ ബോണ്ട്സും സെക്യൂരിറ്റീസും ഇഷ്യൂ ചെയ്തിട്ട് പുതിയ ലോൺ എടുക്കുകയാണ് പഴയ ലോണിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അതാണ് റീഫണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. കൺവേർഷൻ. By debt conversion, we mean reduction of interest burden by converting old but high interest bearing loans into new but low interest bearing loans. അതായത് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ലോൺസിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ആ നമുക്ക് ലോൺസ് എടുക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ് എങ്കിൽ പഴയ ലോൺസിന് കൺവേർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ പുതിയ ലോൺസ് എടുത്തിട്ട് പഴയ ലോൺസിൻ്റെ ആ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിനെയാണ് കൺവേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് മെത്തേഡ് ടെൻസ് ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ടാക്സ് പേയേഴ്സ്. സോ ടാക്സ് പേയേഴ്സിൻ്റെ അകത്തുള്ള അവരുടെ ബർഡനും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഓൾഡ് ആയിട്ടുള്ള ലോൺസിനെ, ഇൻട്രസ്റ്റ് ബിയറിംഗ് ലോൺസിനെ പുതിയതായിട്ട് വെച്ച് മാറുകയാണ് ചെയ്യുന്നത്. ആ ഓൾഡായിട്ടുള്ള ലോൺസിൻ്റെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് പകരം ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുള്ള പുതിയ ലോൺസിനായിരിക്കും പിന്നീട് ഡെപ്റ്റ് റീപേയ്മെൻറ്റ് ചെയ്യുന്നത്. Instead, the government can cut down the tax liability and provide relief to the taxpayers in the event of a reduction in the rate of interest payable on public debt. അതായത് പബ്ലിക് ഡെപ്റ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ടാക്സ് ലയബിലിറ്റി, ഗവൺമെൻറ് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ടാക്സ് റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം സഹായിക്കാറുണ്ട്. Then it is assumed that since most taxpayers are poor people while lenders are rich people, such conversion of public debt results in less unequal distribution of income. So ഇവിടെ എന്താ സംഭവിക്കുക, മോസ്റ്റ് ഓഫ് ദ ടാക്സ് പേയേഴ്സ് റിച്ച് ആണ്, ബാക്കി കുറച്ചൊരു ശതമാനം മാത്രമേ പുവർ ആയിട്ടുള്ളവർ ടാക്സ് പേ ചെയ്യുന്നുള്ളൂ അല്ലേ. സോ ഇതിന് ഒരുപാട് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നില്ല. ഇനി വരുന്നതാണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഫണ്ട് ഇൻ ടു വിച്ച് certain portion of revenue is put every year in which a way that would be sufficient to pay off the debt from the fund at time of maturity. അതായത് കുറച്ച് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് നീക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എടുത്തിരിക്കുന്ന ലോൺ റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്
കിട്ടുന്ന പബ്ലിക് റവന്യൂവിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രീതിക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്നൊക്കെ കുറച്ച് എമൗണ്ട് സൂക്ഷിച്ചു വെക്കും. അത് ഈ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ വെക്കുന്ന ഫണ്ട്സിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദി യൂഷ്വൽ പ്രൊസീജിയർ ഈസ് ടു ഡെപ്പോസിറ്റ് എ സർട്ടൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ആനുവൽ ഇൻകം ടു ദിസ് ഫണ്ട്. പറഞ്ഞല്ലോ, ഒരു കുറച്ച് എമൗണ്ട് ആനുവൽ ഇൻകം ഇതിനകത്തേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അനദർ പ്രൊസീജിയർ ഈസ് ടു റേസ് എ ന്യൂ ലോൺ ആൻഡ് ക്രെഡിറ്റ് ദ പ്രൊസീഡ്സ് ടു ദ സിങ്കിങ് ഫണ്ട്. സോ അല്ലെങ്കിൽ പുതിയൊരു ലോൺ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം എവിടെ കൊണ്ടുപോയി ഇടുക? ഈ സിങ്കിങ് ഫണ്ടിലോട്ട് ഇടുക. ഹവർ ദെയർ ആർ സം റിസർവേഷൻസ് അഗെയിൻസ്റ്റ് സെക്കൻഡ് മെത്തേഡ്. ഈ സെക്കൻഡ് മെത്തേഡിന് ഒരുപാട് റിസർവേഷൻസ് ഉണ്ട്. ഡാൾട്ടൺ ഹാസ് ഒപ്പൈൻഡ് that it is in the tightness of things to accumulate sinking fund out of the current revenue of the government, not out of new loans. Although convenient, it is one of the slowest method of redemption of fund. That is why capital levy as a form of debt repudiation is often recommended by economists. അതായത് ഡാൾട്ടൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് എന്താണ്, ഈ ഒരു സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. സോ അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെവി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് ഡെപ്റ്റ് റിഡംഷൻ നടത്തുന്നത്. മൂവിങ് ഓൺ, എന്താണ് ക്യാപിറ്റൽ ലെവി എന്ന് നോക്കാം ഇനി. ഇൻ ടൈംസ് of war emergencies, most governments follow the practice of raising money necessary for the redemption of the public debt by imposing special tax on capital. സോ ഇപ്പോൾ എമർജൻസി വരികയാണ്, വാർ അങ്ങനെ തുടങ്ങിയ എമർജൻസീസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിന് എന്താണെങ്കിലും അവരുടെ മണി റേസ് ചെയ്യണം. സോ ഈ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മണി അത്യാവശ്യമായിട്ട് വരുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നത്? അവർ ക്യാപിറ്റലിൻ്റെ മേലിൽ സ്പെഷ്യൽ ടാക്സ് ഇമ്പോസ് ചെയ്യും. ഈ ക്യാപിറ്റൽ ലെവി ഈസ് ലൈക്ക് വെൽത്ത് ടാക്സ് ഇൻ മച്ച് as it is imposed on capital assets. ക്യാപിറ്റൽ അസറ്റ്സിൽ ഈ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു വെൽത്ത് ടാക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് മെത്തേഡ് ഹാസ് സർട്ടൈൻ ഡെസസീവ് അഡ്വാൻറ്റേജ്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് എനേബിൾസ് ഗവൺമെൻറ് ടു റീപേ ഇറ്റ്സ് എമർജൻസി ഡെപ്റ്റ് ബൈ കളക്ടിങ് അഡീഷണൽ ടാക്സ് റവന്യൂസ് ഫ്രം റിച്ച് പീപ്പിൾ. സോ റിച്ച് പീപ്പിളിൽ നിന്ന് അഡീഷണൽ ടാക്സ് റവന്യൂ കളക്ട് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിന് അതിൻ്റെ എമർജൻസി റീപേയ്മെൻറ്റ്സ് നടത്താനായിട്ട് സാധിക്കും. ദിസ് ദെൻ റെഡ്യൂസസ് ദ കൺസപ്ഷൻ സ്പെൻഡിങ് ഓഫ് ദീസ് പീപ്പിൾ ആൻഡ് സിവിയറിറ്റി ഓഫ് ഇൻഫ്ലേഷൻ ഈസ് വീക്കെൻഡ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ടാക്സ് അവരുടെ അടുത്തുനിന്ന് കൂടുതലായിട്ട് റിച്ച് പീപ്പിളിൻ്റെ അടുത്തുനിന്ന് കൂടുതലായിട്ട് കളക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവരുടെ കൺസപ്ഷൻ കുറയാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ കൺസപ്ഷൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ്ലി, പ്രോഗ്രസീവ് ലെവി ഓൺ ക്യാപിറ്റൽ ഹെൽപ്സ് ടു റെഡ്യൂസ് ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഇനിക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കുക. അതായത് ക്യാപിറ്റൽ ലെവി വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ മേലാണല്ലോ നമ്മൾ ചുമത്തുന്നത്. സോ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവർക്ക് കൂടുതലായിട്ട് ഒരു ബേർഡൻ പാവങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല. സോ അവിടെ ഒരു ഇനിക്വാലിറ്റി റിഡക്ഷനാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഇറ്റ് ഹാമ്പേഴ്സ് ടാക്സ് ക്യാപിറ്റൽ ഫോർമേഷൻ. സെക്കൻഡ്ലി, ഡ്യൂറിങ് നോർമൽ ടൈംസ് ദിസ് മെത്തേഡ് ഇസ് നോട്ട് സജസ്റ്റഡ്. നോർമൽ ടൈംസിൽ ഒരിക്കലും ഈ ക്യാപിറ്റൽ ലെവി മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ദ എമർജൻസി ടൈം. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടെർമിനൽ ആനുവിറ്റീനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് സംതിങ് സിമിലർ ടു സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ടിനെ പോലെ തന്നെയാണ് ടെർമിനൽ ആനുവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ ഗവൺമെൻറ് അതിൻ്റെ ഡെപ്റ്റ് ടെർമിനൽ ആനുവിറ്റി ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗവൺമെൻറ് ഒരു ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഓരോ വർഷം ഇത്ര എമൗണ്ട് എന്നുള്ള രീതിക്ക് ഗവൺമെൻറ് പേ ചെയ്യുന്നതിനാണ്, ഡെപ്റ്റ് ക്ലിയർ ഓഫ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെർമിനൽ ആനുവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മെത്തേഡ് ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് ബേർഡൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? വർഷം തോറും ഡെപ്റ്റ് ബേർഡൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് റിഡീമിങ് ഡെപ്റ്റ്സ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് സിൻസ് ഗവൺമെൻറ് നോട്ട് റിക്വയർഡ് ടു മേക്ക് എ ഹ്യൂജ് ലംസം പേയ്മെൻറ്റ്. ഒരു ടോട്ടൽ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇവിടെ പതുക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഗവൺമെൻറ്റിന് അടച്ചു തീർത്താൽ മതി. സോ അതാണ് ടെർമിനൽ ആനുവിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെവിയും ടെർമിനൽ ആനുവിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ഫർ നെക്സ്റ്റ് വൺ ആണ് ബഡ്ജറ്റ് സർപ്ലസ്. ബൈ മേക്കിംഗ് എ സർപ്ലസ് ബഡ്ജറ്റ് ദ ഗവൺമെൻറ് ക്യാൻ പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ് ടു ദ പീപ്പിൾ. As a general rule, the government make use of this budgetary surplus to buy back some of the from the market its own bonds and securities. So budget surplus എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ബഡ്ജറ്റിൽ മിച്ച ബഡ്ജറ്റിനെയാണ് നമ്മൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ വരവും ചെലവും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കുള്ള അഡീഷണൽ എമൗണ്ട് ആണ് ഈ സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡെപ്റ്റ് ക്ലിയർ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഗവൺമെൻറ് ഇത് വെച്ചിട്ട് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിലോട്ടേക്ക്
സെൽ ചെയ്തിരുന്ന അതിൻ്റെ ബോൺസും സെക്യൂരിറ്റീസും ഒക്കെ തിരിച്ചു മേടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ഓഫ് ലിറ്റിൽ യൂസ് സിൻസ് മോഡേൺ ഗവൺമെൻറ്റ്സ് റിസോർട്ട് ടു ഡെഫിസിറ്റ് ബഡ്ജറ്റ്. മോഡേൺ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഡെഫിസിറ്റ് ബഡ്ജറ്റിനോടായതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് സർപ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിന് അത്ര പ്രാധാന്യം ഇല്ല. ദെൻ മൂവിങ് ഓൺ, അഡീഷണൽ ടാക്സേഷൻ. Sometimes the government imposes additional taxes on people to pay interest on public debt. So public debt അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അഡീഷണൽ ടാക്സ് ജനങ്ങളിൽ നിന്ന് ഈടാക്കും. ഈ ടാക്സസ് അല്ലെങ്കിൽ പുതിയ ടാക്സസ് ലെവി ചെയ്യും. അത് ഡയറക്റ്റ് ടാക്സ് ആകാം, ഇൻഡയറക്റ്റ് ടാക്സ് ആകാം. ഗവൺമെൻറ്റിന് ദസ് ക്യാൻ കളക്ട് നെസസറി റവന്യൂ സോ ആസ് ടു ബി ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഓൾഡ് ഡെപ്റ്റ്. അതിൻ്റെ കഴിഞ്ഞ ഡെപ്റ്റുകളെല്ലാം പേ ചെയ്യാനായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന അഡീഷണൽ ടാക്സസിൽ നിന്ന് സാധിക്കുന്നു. Although an easier means of repudiation, this method has certain advantages since taxes has large ഡിസ്ഓർഡിനറി എഫക്ട്സ്. ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇനി വരുന്നതാണ് ലാസ്റ്റ് വൺ, കമ്പൽസറി റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ ഗവൺമെൻറ് മേ പാസ് ആൻ ഓർഡിനൻസ്, ഒരു ഓർഡിനൻസ് പാസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെപ്റ്റ് പേ ചെയ്യണമെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെന്നുള്ളൊരു ഓർഡിനൻസ് പാസ് ചെയ്യും. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഗവൺമെൻറ് ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുമ്പോൾ ആണ് ഉണ്ടാകുന്നത്. ആൻഡ് അതുപോലെ തന്നെ ബഡ്ജറ്റിൽ വളരെയധികം ഡെഫിസിറ്റ് ഉണ്ടാകുന്നതാണ് എന്ത് സംഭവിക്കും? ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ടേക്ക് പോകുന്നത്. സോ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കുമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പൽസറി റിഡക്ഷൻ ഉണ്ടാകണം, എന്നാലാണ് ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റൂ എന്നൊരു കണ്ടീഷനിലോട്ടേക്ക് മാറുന്നത്. There are so many instances of such statutory reductions in the rate of interest. However, such practices are not followed under normal conditions. Instead, the government is forced to adopt the method of debt repayment when situation so demands. ഏത് സിറ്റുവേഷൻ ആണോ ആ ഒരു കണ്ടീഷനിൽ, ഒരു കൺട്രിയിൽ ആ ഒരു ടൈമിൽ റീപേ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്, ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റീപേയ്മെൻറ്റ് നടത്തണം എന്നൊരു കാര്യം ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തോളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. സോ എനിക്കും ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എളുപ്പമായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ്.